കോട്ടയം തിരുവാതുക്കലിൽ സാമ്പത്തിക ഇടപാടിനെ തുടർന്നുള്ള കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ പ്രതിയായ അഭിജിത്തിനെ പിടികൂടുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു കൗൺസിലറുടെ മകനാണ് ഈ പ്രതി എന്നുള്ളതാണ് നമുക്ക് അത്ഭുതം. മുൻ കൗൺസിലറാണെന്നാണ് തോന്നുന്നത്. നമുക്ക് വിവരങ്ങൾ നൽകാൻ അഭിജിത്തിന്റെ പിതാവ് അനിൽകുമാറിനെയും മാതാവിനെയും കസ്റ്റഡിയിലെടുത്തു. അഭിജിത്ത് ലഹരി കേസുകളിലും മോഷണ കേസിലും പ്രതിയാണ് എന്നറിയുന്നു. ഞാനറിയുന്ന വെളുപ്പിനെ ഒരു 4:30 മണിയോടുകൂടിയാണ്. ക്ഷേത്ര ദർശനത്തിന് രാവിലെ പോയപ്പോഴത്തേക്കാണ് നമ്മുടെ ഒരു സുഹൃത്താണ് വന്നത് ഇവിടെ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നും. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഇവര് ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ പയ്യനും അദ്ദേഹത്തിന്റെ സുഹൃത്തും പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള ആദർശ് എന്നാണ് പേര്. അദ്ദേഹം എന്തോ ബൈക്ക് റെന്റിന് വെച്ചതുമായിട്ട് സംബന്ധിച്ചുള്ള ഒരു ചെറിയ പ്രശ്നത്തിൽ വാക്കുതർക്കം ഉണ്ടാവുകയും അത് പൈസ ഇടപാടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. വാക്കുതർക്കം ഉണ്ടാവുകയും ഇവരുടെ വീടിന്റെ വാതിൽക്കൽ വെച്ച് ബലപ്രയോഗത്തിലൂടെ അകത്തുനിന്ന് കറിക്കത്തി എടുത്ത് കുത്തിയെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഇവിടുത്തെ ഈ പയ്യനും അദ്ദേഹത്തിന്റെ പിതാവും അടക്കമാണ് ഈ പയ്യനെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും തൊട്ട് സമീപത്തുള്ളൊരു കുളത്തിലോട്ട് വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഒരുപക്ഷെ നമ്മളിത് കണ്ടിട്ടില്ല എങ്കിലും നാട്ടുകാരും ഇവിടുത്തെ മറ്റുള്ള ആൾക്കാരും പറയുന്നതനുസരിച്ചാണ് കുളത്തിലിടാനാണ് ഉദ്ദേശിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒക്കെ ഒരു മുൻ കൗൺസിലറുടെ മകൻ കൂടിയാണ് ഈ കൊലപാതകം എന്നറിയുമ്പോൾ നടുക്കമുണ്ടാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ടോബി ജോൺസൺ തിരുവാതുക്കലിൽ നിന്ന് ചേരുകയാണ്. ടോബി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ പറഞ്ഞതുപോലെ ഒരു മുൻ കൗൺസിലറിന്റെ മകനാണ് ഈ പ്രതിയായിട്ടുള്ള അഭിജിത്ത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ മുൻ കൗൺസിലറായിട്ടുള്ള അനിൽകുമാറിനെയും പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ പ്രതിയായിട്ടുള്ള അഭിജിത്ത് തന്നെയാണ് കൊലപാതകം നടത്തിയത്, കത്തിക്ക് കുത്തിയത് എന്നാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായിട്ട് പോലീസിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് രാവിലെ 4 മണിയോടുകൂടിയാണ്. ഈ വീട്ടിലേക്ക്, അതായത് ഈ പ്രതി താമസിക്കുന്ന വീട്ടിലേക്ക് ഈ ആദർശ് എന്ന് പറയുന്ന കൊല്ലപ്പെട്ടയാളെ വിളിച്ചു വരുത്തുകയായിരുന്നു. അതിനുള്ള ഒരു കാരണം ഇവർക്കിടയിൽ ഒരു ബൈക്ക് പണയം വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇടപാട്, സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഈ പ്രതിയായിട്ടുള്ള അഭിജിത്തിന്റെ ഒരു സുഹൃത്തിന്റെ ബൈക്ക്, അദ്ദേഹം ഗൾഫിലാണ്, ആ ബൈക്ക് ഈ ആദർശിന് പണയം നൽകിയിരുന്നു. 12,000 രൂപയ്ക്കാണ് ആ ബൈക്ക് നൽകിയത്. അത് ഈ പണം നൽകി ആദർശിന് 12,000 രൂപ ഈ വിദേശത്തുള്ള സുഹൃത്ത് നൽകിയിരുന്നു. അതിനുശേഷം ആ ബൈക്ക് തിരിച്ചു വാങ്ങണമെന്ന് ഈ സുഹൃത്ത് അഭിജിത്തിനോട് പറഞ്ഞു. അങ്ങനെയാണ് രാത്രിയിൽ ഈ ആവശ്യത്തിന് വേണ്ടി ഈ ബൈക്കുമായി വരണമെന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തർക്കമുണ്ടാവുകയും കൊലപാതകത്തിലേക്ക് പോവുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിന്റെ മുന്നിലാണ്. ഇവിടെ വെച്ച് തർക്കമുണ്ടാവുകയും സംഘർഷമുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്നും ഈ മരണപ്പെട്ട ആദർശിനെ വലിച്ചുകൊണ്ടുപോയി ഈ സമീപത്തുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കുളം പോലൊരു സ്ഥലമുണ്ട്, അവിടേക്ക് ഇടാനുള്ള ശ്രമം നടത്തി. ഇത് നാട്ടുകാരിൽ ആ സമയത്ത് ഇതിലെ പോയ ചില നാട്ടുകാർ കാണുകയും ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്രോളിങ്ങിലുള്ള കോട്ടയം ഈസ്റ്റ് സ്റ്റേഷനിലെ പോലീസും അതുപോലെ തന്നെ കുമരകം സ്റ്റേഷനിലെ പോലീസും എല്ലാം ഈ പ്രദേശത്തുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസ് വാഹനം എത്തി ഈ പ്രതിയെ, ഈ രണ്ടുപേരെയും, അച്ഛനെയും മകനെയും കീഴ്പ്പെടുത്തി പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഈ സാമ്പത്തിക തർക്കം, അതായത് ബൈക്കിനെ ചൊല്ലിയുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെങ്കിലും അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ചില ലഹരി ഇടപാടുകൾ കൂടി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ഈ പ്രതിയായിട്ടുള്ള അഭിജിത്തിന് നേരത്തെ തന്നെ ലഹരി കേസുകളും അതുപോലെ തന്നെ ഒരു മോഷണ കേസിലും പ്രതിയാണെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഈ കൊല്ലപ്പെട്ട വ്യക്തിക്കും ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള സൂചന കൂടി വരുന്നുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം വെസ്റ്റ് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.